ആദിമമന്ത്രം അനശ്വരമന്ത്രം നാദബ്രഹ്മബീജാക്ഷരമന്ത്രം ഓംകാരം ഓംകാരം ആദിമമന്ത്രം അനശ്വരമന്ത്രം നാദബ്രഹ്മബീജാക്ഷരമന്ത്രം ഓം ഓം. ഓരോ ജീവകണത്തിനുള്ളിലും ഒളിയായി ഒലിയായി ഉണ്മയായി നന്മയായി ഉണരും ചിദാനന്ദ മന്ത്രം ആ ആ, ആ, ഓരോ ജീവകണത്തിനുള്ളിലും ഒളിയായി ഒലിയായി ഉണ്മയായി നന്മയായി ഉണരും ചിദാനന്ദ മന്ത്രം പ്രപഞ്ച സൃഷ്ടി സ്ഥിതിലയ മന്ത്രം പുനരുജ്ജീവന മന്ത്രം പുനരുജ്ജീവന മന്ത്രം ഓംകാരം ഓംകാരം ആദിമമന്ത്രം അനശ്വരമന്ത്രം നാദബ്രഹ്മബീജാക്ഷരമന്ത്രം ഓം ഓം. ഓരോ രശ്മി തരംഗത്തിനുള്ളിലും ഉയിരായി കതിരായി രൂപമായി ഭാവമായി ഉണരും സനാതന മന്ത്രം ഓരോ രശ്മി തരംഗത്തിനുള്ളിലും ഉയിരായി കതിരായി രൂപമായി ഭാവമായി ഉണരും സനാതന മന്ത്രം അനന്ത കോടിയുഗങ്ങൾ ജപിക്കും പ്രണവമനോഹര മന്ത്രം പ്രണവമനോഹര മന്ത്രം ഓംകാരം ഓംകാരം ആദിമമന്ത്രം അനശ്വരമന്ത്രം നാദബ്രഹ്മബീജാക്ഷരമന്ത്രം ഓം ഓം ഓം. ഇനി കുറച്ചു നേരം വിശ്രമിച്ചിട്ടാവാ യാത്ര. മുത്തശ്ശി, മുത്തശ്ശി, നീ എന്താ ഒളിച്ചിരുന്ന് വിളിച്ച് നമ്മെ കളിയാക്കുകയാണോ? ഹേയ് അല്ല, മുത്തശ്ശി എന്നെ കാണാഞ്ഞിട്ടാ. മരക്കൊമ്പിലിരിക്കുന്ന നിന്നെ ഞാൻ എങ്ങനെ കാണാനാ? നീ വികൃതിയാണല്ലോ. മുത്തശ്ശി ആരാ? എന്നെ അറിയില്ലേ?
എനിക്ക് മുകളിൽ നിൽക്കുന്ന ആളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്നാ ഞാൻ താഴെ ഇറങ്ങി വരാം. ഇനി പറയൂ, മുത്തശ്ശി ആരാണ്? ഞാൻ ആരാണെന്ന് അറിയില്ലേ നിനക്ക്? അറിയാത്തത് കൊണ്ടല്ലേ ചോദിക്കുന്നത്. ഔവയാർ മുത്തശ്ശി അറിയില്ലേ നിനക്ക്? ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? ഞാൻ മുത്തശ്ശിയെ അറിയില്ല. ഏ, നീ ആരാ? ഞാനൊരാട്ടിടയൻ. ഓ, നീ ആട്ടിടേനാണോ? ആട് മേച്ച് നടക്കുന്ന വെറും ഒരു ബാലൻ. അക്ഷരാഭ്യാസവും ഇല്ല, വിവരവും ഇല്ല. നിനക്ക് ലോകത്തിലെ അറിവൊന്നും ഉണ്ടാകാൻ സാധ്യതയൊന്നും ഇല്ലല്ലോ കുട്ടി. തമിഴെന്ന് പറഞ്ഞാൽ ഔവയാർ, ഔവയാറെന്ന് പറഞ്ഞാൽ തമിഴകം. എന്റെ പേരറിയാത്തവർ ആരും തന്നെ ഈ ലോകത്തിലില്ല. ഓഹോ, എന്നിട്ട് ഞാൻ ഇതുവരെ മുത്തശ്ശിയുടെ പേര് കേട്ടിട്ടില്ലല്ലോ. ഏ, അത് നിന്റെ അജ്ഞത കൊണ്ടാ. ഭഗവാൻ തൊട്ട് രാജാവ് വരെ എന്നെ പ്രശംസിക്കാത്തവർ ആരുമില്ല. ഞാൻ എഴുതിയ കവിതകൾ ശ്രുതിമധുരമായി ചൊല്ലിക്കേൾപ്പിച്ച് എനിക്ക് കിട്ടാത്ത പുരസ്കാരങ്ങളും ഇല്ല. ഓഹോ, അപ്പോ സ്വന്തമായി കവിതകൾ എഴുതുന്ന മുത്തശ്ശിയാണ്? അതെ, ആത്തിച്ചൂടി എന്ന പേരിൽ ഞാൻ രചിച്ച ഗ്രന്ഥം തമിഴിന് അഭിമാനമാണ്. അറിവിന്റെ ആധികാരിക ഗ്രന്ഥമായി മാനവർ അതിനെ വാഴ്ത്തുന്നു. ഉവ്വോ, അപ്പോ അറിവിന്റെ നിറകുടമാണ് മുത്തശ്ശി. പരിചയപ്പെടാൻ സാധിച്ചത് മഹാഭാഗ്യം. നിന്നെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒരു ഭാഗ്യവും എനിക്ക് കിട്ടാനില്ല. അതെന്താ? നീ അക്ഷരം അറിയാത്ത അജ്ഞനല്ലേ. ഞാൻ എഴുതിയ മഹത്തരങ്ങളായ കവിതകൾ വായിച്ചു പഠിക്കാതെ നീ ആടുമേച്ച് നടക്കുകയല്ലേ. പാവം ബാലൻ, പഠിക്കാതെ പോയാ നീ ഒരു മൂഢനായി ഭവിക്കും. അവ്വയ്യാരെ, നീ എന്നെ ഒരു മൂഢനാക്കിയല്ലേ. നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അല്ല, നീ എന്താ ആലോചിക്കുന്നത്? അത് പിന്നെ മുത്തശ്ശി, ഞാൻ ഇങ്ങനെ ഒരു മൂഢനായി കഴിഞ്ഞോളാം. ഇതൊരു വരണ്ട ഭൂമിയാണ് മുത്തശ്ശി. ഇവിടെ കഴിയുന്ന അനുഭവമേ എനിക്കുള്ളൂ. മുത്തശ്ശിയെ വിശപ്പും ദാഹവും അലട്ടുന്നുണ്ടെന്ന് ഈ മുഖം കണ്ടാൽ അറിയാം. ആ, ഞാൻ ഞാവൽപ്പഴം പറിച്ചു തരാം, കഴിക്കോ? എന്നെ അറിയാത്ത നിനക്ക് ഇത്ര മനസാക്ഷിയോ? വിശപ്പും ദാഹവും ഉണ്ട് എനിക്ക്. ഞാവൽപ്പഴം കിട്ടിയാൽ ഉപകാരവും ആവും. മുത്തശ്ശി, ഒരു സംശയം. വിശപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണോ നിനക്കൊരു സംശയം? എന്താ നിന്റെ സംശയം? മുത്തശ്ശിക്ക് ചുട്ട പഴം വേണോ ചുടാത്ത പഴം വേണോ? അക്ഷരം അറിയാത്തത് കൊണ്ട് നിന്റെ അറിവ് വളരെ ചുരുങ്ങിപ്പോയിരിക്കുന്നു. മരത്തിൽ ചുട്ട പഴവും ചുടാത്ത പഴവും ഉണ്ടോ? പഴങ്ങളെല്ലാം ഒരുപോലെയല്ലേ കുട്ടി? എനിക്ക് ചുടാത്ത പഴം മതി. ശരി, ഈ മരത്തിൽ ചുട്ട പഴം ഉണ്ടെന്ന് മുത്തശ്ശിയെ ഞാൻ ബോധ്യപ്പെടുത്തിയിരിക്കും.
മുത്തശ്ശി ഇനി പഴമെടുത്ത് കഴിച്ചോളൂ. മുത്തശ്ശിക്ക് കിട്ടിയത് ചുട്ട പഴമാണ്. ചുട്ട പഴത്തിന്റെ ചൂടാറ്റാനല്ലേ മുത്തശ്ശി പലവട്ടം അതിൽ ഫൂ എന്ന് ഊതിയത്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മരത്തിൽ ചുട്ട പഴമുണ്ടെന്ന് ഇപ്പൊ ബോധ്യായില്ലേ? പഴത്തി പറ്റിയ മണ്ണ് കളയാനാ ഞാൻ ഊതിയത്. അതിനെ ചുട്ട പഴത്തിന്റെ ചൂടാറ്റാൻ ഊതിയതായി നീ സമർത്ഥിച്ചെടുത്തു. വളരെ ബുദ്ധിപരമായ ഒരു യുക്തിയാണ് നീ പറഞ്ഞത്. നല്ല അറിവിൽ നിന്നേ അനുയോജ്യമായ യുക്തി ഉണ്ടാകും. നീ മൂഢനൊന്നുമല്ല. നീ ആരാ കുട്ടി? ഞാൻ ആരാണെന്ന് മുത്തശ്ശിക്ക് അറിയില്ല? ഇല്ല. മുത്തശ്ശി ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. അപ്പോ ഞാൻ ആരാണെന്ന് മുത്തശ്ശിയും അറിയണ്ട. കുട്ടി, നീ ആരാണെന്ന് അറിയാൻ മുത്തശ്ശിക്ക് വളരെ ആഗ്രഹമുണ്ട്. മുത്തശ്ശിയെ നിരാശപ്പെടുത്തരുത് കുട്ടി. നീ ആരാണെന്ന് ദയവായി പറയുക. പരമേശ്വരന് പോലും വേദോപദേശം നൽകുന്ന മുരുകകുമാരനെയാണോ ഈ പാപി മൂടനെന്ന് വിളിച്ചത്? ശരവണന്റെ മുന്നിലാണോ ഈ ഉള്ളവൾ വീരവാദം മുഴക്കിയത്? വേലായുധ, മുരുക, ദണ്ഡപാണി ദൈവമേ, അടി എന്റെ അവിവേകം പൊറുക്കേണമേ.